അഖില മിസ് ആണ്. സോ ദാ നമ്മൾ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷന് നമുക്കറിയാം ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല, അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പൊ ഇതാ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ചോദ്യം വരുന്ന സമയത്തും അതിന്റെ ആൻസേഴ്സ് മക്കൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, നല്ല ശീലങ്ങൾ അല്ലെ. എല്ലാവരും ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കുന്ന ജോലിയിലാണ്. ടീച്ചർ പറഞ്ഞു തന്ന നല്ല ശീലങ്ങൾ ഉണ്ണിക്കുട്ടൻ ഓർത്തു. താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് നല്ല ശീലങ്ങൾ? ടിക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറെ ശീലങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല ശീലങ്ങളാണെങ്കിൽ അതിന് നേരെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം അല്ലെ. ഒന്നാമത് കൊടുത്തത് വീടും പരിസരവും ദിവസവും വൃത്തിയാക്കണം. അതൊരു നല്ല ശീലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു? ടിക്ക് മാർക്ക് ഇട്ടു അല്ലെ. നെക്സ്റ്റ് എന്താണ്? പ്ലാസ്റ്റിക്കുകൾ കത്തിക്കണം. അതൊരു നല്ല ശീലമാണോ? ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ടിക്ക് മാർക്ക് ഇടാൻ പാടുണ്ടോ? ഇല്ല, കാരണം അത് തെറ്റാണ്. നെക്സ്റ്റ്, വെള്ളം പാഴാക്കരുത്. അതൊരു നല്ല ശീലമാണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ടിക്ക് മാർക്ക് ഇടാം. അതൊരു നല്ല ശീലം തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? ദിവസവും 2 നേരം കുളിക്കണം. നമ്മളോട് എല്ലാവരോടും വീട്ടിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഒക്കെ പറഞ്ഞു തരാറില്ലേ? ഒരു നല്ല ശീലമല്ലേ അത്. അപ്പൊ നമുക്ക് അതും എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ളതില് തെറ്റായിട്ടുള്ളത് എന്താണ്? പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊക്കെ നല്ല ശീലങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇതേപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് നല്ല ആഹാര ശീലങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോരുത്തർക്കും ആഹാരം കഴിക്കുന്നതിന് അല്ലെങ്കിൽ ആഹാരവുമായി ബന്ധപ്പെട്ട് കുറേ ശീലങ്ങളുണ്ട് അല്ലെ. ചിലതൊക്കെ നല്ലതായിരിക്കും, ചിലതൊക്കെ ആരോഗ്യത്തിന് ദോഷകരമായിരിക്കും. അപ്പൊ നല്ല ആരോഗ്യ ശീലങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പറയും? യെസ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. അതുപോലെ തന്നെ പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ആഹാരത്തിന് മുൻപ് കൈയും വായും ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് നമ്മൾ കഴുകുക അല്ലെ. അതായത് നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കുക അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? നല്ല ആഹാരശീലങ്ങളാണ്. ഇത് തന്നെ എഴുതണം എന്നില്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, നല്ല ആരോഗ്യത്തിന് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് എന്നാ. നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ ഓരോരോ ആഹാരങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ആഹാരത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ആളുകളാണ് ദാ ഇവിടെ തന്നിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും പാലും മാംസ്യം മത്സ്യം മുട്ട ഒക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം? പരിചയപ്പെടണം അല്ലെ. മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വീട്ടിൽ നിന്ന് എഴുതിയെടുത്ത് പഠിച്ചു നോക്കുക. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? യെസ്, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് സജസ്റ്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.